ഡിയർ ഫ്രണ്ട്സ്, ഹാവ് എ നൈസ് ഡേ. നമ്മളിന്ന് സാധാരണയായിട്ട് ചെയ്യാറുള്ള കാര്യങ്ങൾ നമ്മളെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ നമുക്കൊന്ന് പഠിച്ചാലോ? ഓക്കെ, അപ്പം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വർഷത്തിൽ 2 തവണ ചെയ്യാറുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ മാസത്തിൽ 2 തവണ ഞാൻ ഡോക്ടറെ കാണാറുണ്ട്, അല്ലെങ്കിൽ വീക്കെൻഡിൽ സിനിമ കാണാൻ പോകാറുണ്ട്, ചില സമയം ചില ആഴ്ചകളിൽ ഞാൻ ലീവ് എടുക്കാറുണ്ട്, ചില സമയങ്ങളിൽ അല്ലേ. അപ്പം അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ പൊതുവായിട്ട് ചെയ്യാറുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള കുറച്ച് വെർബുകൾ ആദ്യം ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പം നോക്കാം. വേക്കപ്പ്. അപ്പം നിങ്ങളിവിടെ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കാതെ വെറുതെ വേക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണരുക എന്നുള്ളൊരർത്ഥത്തിൽ എടുത്താൽ മതി. ഉണരുക, അവിടെ ഉണരാറുണ്ടെന്ന് പറയണ്ട. ഓക്കെ, വേക്കപ്പ് ഉണരുക, ഗെറ്റപ്പ് എഴുന്നേൽക്കുക, ഡ്രിങ്ക് കുടിക്കുക, മേക്ക് ഉണ്ടാക്കുക, ബ്രഷ്. ഓക്കെ, ബ്രഷ് എന്ന് പറയുമ്പോൾ അത് എന്തുവാ, നമുക്ക് ബ്രഷ് അതിൻ്റെ കൂടെ എന്തെങ്കിലും ചേർക്കുമ്പോൾ കൂടുതൽ നമുക്ക് അർത്ഥം പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ ബ്രഷ് മൈ ടീത്ത് എന്ന് പറഞ്ഞാൽ പല്ല് തേക്കുക. ഓക്കെ, അപ്പോൾ വർക്കൗട്ട് എക്സസൈസ് ചെയ്യുക. അങ്ങനെ ഇവിടെ പറയുന്ന എല്ലാ വെർബുകളും ആ രീതിയിൽ നിങ്ങൾ പറഞ്ഞു പഠിക്കുക. ഓക്കെ, ഇപ്പോൾ ഓപ്പൺ തുറക്കുക, ടീച്ച് പഠിപ്പിക്കുക, കോൾ വിളിക്കുക, ടെൽ പറയുക, ബൈ വാങ്ങുക, ബ്രിങ് കൊണ്ടുവരിക, കം ബാക്ക് തിരിച്ചു വരിക, ടേക്ക് എ നാപ്പ് ഒന്ന് മയങ്ങുക. ഓക്കെ, വിയർ ധരിക്കുക, ചെക്ക് ചെയ്യുക, അറൈവ് എത്തുക, ഈറ്റ് കഴിക്കുക, ഹാവ് ഓൾസോ കഴിക്കുക, ഡു ചെയ്യുക, യൂസ് ഉപയോഗിക്കുക, ലീവ് ഒരു സ്ഥലം വിട്ടു പോവുക, ലീവ്. ഓക്കെ, വർക്ക് ചെയ്യുക ജോലി ചെയ്യുക. അങ്ങനെ ഈ വെർബുകളെല്ലാം നമുക്കറിയാവുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രവൃത്തികളാണ് അല്ലേ. ഇനി അത് നമ്മളുടെ സെൻറ്റൻസിലേക്ക് കൊണ്ടുവരുമ്പം ഞാൻ സ്കൂളിൽ പോകുക അങ്ങനെയല്ലല്ലോ നമ്മൾ പറയാറ്. ഞാൻ സ്കൂളിൽ പോകാറുണ്ട് എന്നല്ലേ പറയണ്ടേ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചെയ്യാറുണ്ട് എന്നുള്ള അർത്ഥത്തിലേക്ക് സെൻറ്റൻസ് കൊണ്ടുവരണം. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ആരാണ്? ഐ, യു, വി, ദേ, അല്ലെങ്കിൽ ഹി, ഷീ, ഇറ്റ്, അല്ലെങ്കിൽ മൈ ബ്രദേഴ്സ്, മൈ സിസ്റ്റേഴ്സ്, മൈ ഫാദർ, മൈ ഫ്രണ്ട്സ്, റീന, ലിയ, രാജു, അങ്ങനെ ഏത് ആൾക്കാരുടെയും പേരുകൾ അങ്ങനെയൊക്കെ വരാം. ഇവരൊക്കെ സബ്ജക്റ്റുകൾ വരാം. സബ്ജക്റ്റ് പ്ലസ് പിന്നെ ഈ വെർബിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വേക്കപ്പ് ആണെങ്കിൽ വേക്കപ്പ് പ്ലസ് ഒബ്ജക്റ്റ് വരും. അപ്പോൾ ഈ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർ അവരതൊന്നും മൈൻഡ് ചെയ്യണ്ട. ജസ്റ്റ് ആ സെൻറ്റൻസുകൾ ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇത് കാണുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കത് ഉപകാരപ്രദമാവും. ഓക്കെ, സ്കൂൾ കുട്ടികൾക്കത് എന്താണ് സബ്ജക്റ്റ് എന്താണ് ഒബ്ജക്റ്റ് എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക, വെർബ് എന്നൊക്കെ. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഞാൻ ഐ എന്ന് കൊടുക്കുകയാണ്. ഐ വേക്ക് അപ്പ് അറ്റ് 7 every morning. ഓക്കെ, അപ്പോൾ ഐ വേക്ക് അപ്പ് അറ്റ് 7 every morning. അപ്പോൾ ഞാൻ എഴുന്നേൽക്കാറുണ്ട് എന്നുള്ള അർത്ഥം വന്നു അവിടെ. എഴുന്നേൽക്കാറുണ്ട്, ഞാൻ എഴുന്നേൽക്കാറുണ്ട് 7 മണിക്ക് അറ്റ് 7. ഓക്കെ, അറ്റ് 7 o'clock every morning. ക്ലിയർ? അപ്പോൾ ഞാൻ എഴുന്നേൽക്കാറുണ്ട്. ഇപ്പം നമുക്ക് അങ്ങനെ സബ്ജക്റ്റുകളാക്കി പഠിച്ചാലോ? കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇങ്ങനെ എഴുന്നേൽക്കാറുണ്ട്, പഠിക്കാറുണ്ട്, വിളിക്കാറുണ്ട്. ഓക്കെ, ഞാൻ അയൺ ചെയ്യാറുണ്ട്, ഞാൻ പഠിപ്പിക്കാറുണ്ട്, ഐ കോൾ മൈ മം എവറി ഡേ, അമ്മയെ എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ പറയുന്നത് നമ്മൾ ഇപ്പോൾ ഉള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ വർത്തമാനകാലം അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസ് എന്നാണ് പറയുക. അപ്പോൾ അതിനെ നമുക്ക് ഇംഗ്ലീഷിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയും. ഓക്കെ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഓക്കെ, അപ്പോൾ ഈ പേരൊന്നും പഠിക്കാൻ താല്പര്യമില്ലാത്തവർ അത് പഠിക്കണമെന്നില്ല. ജസ്റ്റ് കാര്യം മനസ്സിലാക്കി പോയാലും മതി. പക്ഷേ കുട്ടികൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. ബേസ് ഫോം അല്ലെങ്കിൽ നമ്മളതിനെ V1 എന്ന് പറയും അല്ലേ. ബേസ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ അത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. ജസ്റ്റ് ഒന്ന് സെൻറ്റൻസുകൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ആദ്യം നമ്മൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കി പഠിക്കുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നോക്കുക. ഐ വേക്ക് അപ്പ് അറ്റ്
5 o'clock every morning. I get up at 5:30. ഞാൻ ഉറക്കം ഉണരുന്നത് എന്താണ് വേക്കപ്പ്. പക്ഷെ ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതാണ് ഗെറ്റപ്പ്. ഓക്കെ, നമ്മൾ കിടക്ക വിട്ട് പോകുന്നതിനാണ് ഗെറ്റപ്പ്. ഓക്കെ, എഴുന്നേൽക്കാറുണ്ട്. ഓക്കെ, I drink 2 glasses of water every morning. Okay, then I make my bed. I make my bed or I make breakfast. ഉണ്ടാക്കാറുണ്ട് എന്നുള്ള അർത്ഥം. Okay, I brush my teeth. I work out every day. I take a bath every day. Okay, then I plan my to-do list. അന്ന് ചെയ്യേണ്ട ടു ഡു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കാറുണ്ട്. പ്ലാൻ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഐ എന്നുള്ള സബ്ജക്റ്റ് വെച്ചിട്ട് നിങ്ങൾ ഇത് ഓരോന്നും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒറ്റ ടേബിളിൽ നിന്ന് തന്നെ കിട്ടും. ഓക്കെ, ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുക, മേക്ക് ബെഡ് വൃത്തിയായിട്ട് വിരിച്ചു വെക്കുക, പല്ല് തേക്കുക, എക്സസൈസ് ചെയ്യുക, പ്ലാൻ തയ്യാറാക്കുക, ടേക്ക് എ ബാത്ത് കുളിക്കുക. ഓക്കെ, then I have my breakfast at 8 o'clock or I eat my breakfast at 8 o'clock. Okay, then I check my email or I check my phone as soon as I get up. എഴുന്നേറ്റ ഉടനെ തന്നെ ഫോൺ ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, then I get ready to go to office. ഓഫീസിലേക്ക് പോകാൻ റെഡി ആകാറുണ്ട് at 8:30. then I leave home at 9 o'clock. Okay, then I do my exercise every day. I do homework every day. I use mobile phone. Clear, use, ഉപയോഗിക്കാറുണ്ട്. Okay, then I go to work. Then I work every day. Clear, then I take a nap after lunch. ലഞ്ചിന് ശേഷം ഞാനൊരു ഒന്ന് മയങ്ങാറുണ്ട്. ഒരു സ്മോൾ സ്ലീപ്പ്, അതിനെയാണ് ചെറിയൊരു ഉറക്കം അല്ലേ, ചെറുതായിട്ടൊന്ന് മയങ്ങുന്നതിനെയാണ് നമ്മൾ നാപ്പ് എന്ന് പറയുന്നത്. ടേക്ക് എ നാപ്പ്, മയങ്ങാറുണ്ട്. ദെൻ ഐ കം ബാക്ക് ഫ്രം ദ ഓഫീസ് അറ്റ് 7 o'clock. ഓക്കെ, തിരിച്ചു വരിക, കം ബാക്ക്, തിരിച്ചു വരാറുണ്ട്. ഓക്കെ, ദെൻ ഐ ഗെറ്റ് ഫോൺ കോൾ ഫ്രം മൈ ഫ്രണ്ട്സ്. അപ്പോൾ ഗെറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുക, ലഭിക്കുക, വാങ്ങുക, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട് ഗെറ്റിന്. അത് സന്ദർഭം അനുസരിച്ചിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ദെൻ ഐ ബൈ മിൽക്ക് ഓൺ മൈ വേ ഹോം. വീട്ടിലേക്കുള്ള വഴിയിൽ ഞാൻ പാല് വാങ്ങാറുണ്ട്. Okay, then I bring fruits for my kids. I call my mother every day. Okay, I teach English every day. And I open the door. Okay, then he opens his shop at 7 o'clock. I iron my dress every day. അപ്പോൾ ഇത്രയും സെൻറ്റൻസുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇതൊക്കെ നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങളാണ്. മനസ്സിലായിരുന്നോ? അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രാക്ടീസ് ചെയ്ത് കാണിച്ചു തന്നു. അതേപോലെ നിങ്ങൾ യു വെച്ചിട്ട് ഇത് ഓരോന്നും പറയുക. നിങ്ങൾ ചെയ്യാറുണ്ട്, നിങ്ങൾ എഴുന്നേൽക്കാറുണ്ട്, നിങ്ങൾ കുടിക്കാറുണ്ട്, നിങ്ങൾ മേക്ക് എ ബ്രേക്ക്ഫാസ്റ്റ്, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുണ്ട്, മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്, നിങ്ങൾ ബ്രഷ് ചെയ്യാറുണ്ട്. അങ്ങനെ ഓരോ സെൻറ്റൻസുകളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ നമ്മൾ ചെയ്യാറുണ്ട് എന്ന് പറയാൻ പഠിച്ചു കഴിഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഐ, യു, വി, ദേ, അതുപോലെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്. അപ്പോൾ ഇതൊക്കെ പ്ലൂറൽ സബ്ജക്റ്റുകളാണ്. ഇവർ വരുമ്പം എപ്പോഴും ഈ ഡു ഓർമ്മിക്കണം. അപ്പോൾ ഐ ഡു വേക്കപ്പ് എന്നാണ്. ക്ലിയർ? ഐ ഡു വേക്കപ്പ് എന്നാണ്. അപ്പോൾ ഐ ഡു വേക്കപ്പ് എന്നുള്ളത് നമ്മൾ ഡു ഒഴിവാക്കിയിട്ടാണ് മിക്കപ്പോഴും നമ്മൾ സംസാരിക്കാറ്. ഐ വേക്കപ്പ് അറ്റ് 6 o'clock എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡു വേക്കപ്പ്. ഇപ്പം എന്നോട് നിങ്ങൾ പറയുകയാണ്, അയ്യോ നിങ്ങളെന്താ ഇങ്ങനെ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരെന്നെ കളിയാക്കുകയാണ് എൻ്റെ ഫ്രണ്ട്സ്. അപ്പം ഞാനത് ഒന്നും കൂടി എംഫസൈസ് പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേൽക്കാറുണ്ട്. ഐ ഡു വേക്കപ്പ് അറ്റ് 6 o'clock. അപ്പോൾ നമുക്ക് ഇവിടെ ഡു എന്ന് പറയുമ്പോൾ അതൊന്നും കൂടി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഊന്നി പറയാൻ വേണ്ടിയിട്ടും ഈ ഡു ഉപയോഗിക്കാം. ഞാൻ എഴുന്നേൽക്കാറുണ്ട്, ഞാൻ എഴുന്നേൽക്കുക തന്നെ ചെയ്യാറുണ്ട്. ഓക്കെ, ആ തന്നെ എന്ന് ഓർക്കുക. അപ്പം ഞാൻ എഴുന്നേൽക്കുക തന്നെ എഴുന്നേൽക്കാറുണ്ട് എന്ന് നമുക്കൊന്ന് ഊന്നൽ കൊടുത്ത് പറയണമെങ്കിൽ ഈ ഡു കൊടുക്കാം. പിന്നെ സാധാരണ സംഭാഷണത്തിൽ നമ്മൾ ഈ ഡു ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം. അങ്ങനെ ഡു ഉപയോഗിക്കാത്തതുകൊണ്ടാണ് നമുക്ക് എവിടെ ഡു കൊടുക്കണം, എവിടെ ഡസ് കൊടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ വരുന്നത്.
അതുകൊണ്ട് ഐ ഡു വേക്കപ്പ് അറ്റ് 6 o'clock എവറി ഡേ. അപ്പോൾ ഐ യു വി ദേ ഞാൻ ഇങ്ങനെ ഒന്ന് നിങ്ങൾ വരച്ചത് എന്തിനാണെന്നറിയോ? ഇത്രയും സബ്ജക്റ്റുകളുടെ കൂടെ ഡു ഓർക്കണം ഇത് പറയുമ്പോൾ. ഐ ഡു വേക്കപ്പ്, ഐ ഡു ഗെറ്റ് റെഡി, ഐ ഡു ഗെറ്റ് അപ്പ്, ഐ ഡു ഡ്രിങ്ക്. അതൊന്ന് ഓർക്കുക. പക്ഷെ സംസാരിക്കുമ്പോൾ ഡു പറയണമെന്നില്ല. ഓക്കെ. ഇനി ഞാൻ എഴുന്നേൽക്കാറില്ല, ഇവിടെ ചെയ്യാറുണ്ടെന്ന് പറയാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾ ചെയ്യാറില്ല എന്ന് എങ്ങനെ പറയും? അപ്പോൾ എന്ത് ചെയ്താൽ മതി? അപ്പോഴാണ് ഈ ഡൂവിനെ നമ്മൾ ശരിക്കും ഓർക്കേണ്ടത്. അപ്പോൾ ഐ വേക്കപ്പ് അറ്റ് 6 o'clock ഞാൻ എഴുന്നേൽക്കാറുണ്ട്. അപ്പം ഞാൻ ഉണരാറില്ല എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അപ്പോഴാണ് ഈ ഡു ഓർക്കേണ്ടത്. ഐ ഡോണ്ട് വേക്കപ്പ് അറ്റ് 6 o'clock. ഞാൻ എഴുന്നേൽക്കാറില്ല അല്ലെങ്കിൽ ഉണരാറില്ല. ഐ ഡോണ്ട് ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock. ഞാൻ എഴുന്നേൽക്കാറില്ല. ഓക്കെ. ദെൻ ഐ ഡോണ്ട് ഗോ ടു ഓഫീസ് എവറി ഡേ. എല്ലാ ദിവസവും ഓഫീസിൽ പോകാറില്ല. ഓക്കെ. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകൾ നിങ്ങൾ ഡോണ്ട് വെച്ചിട്ടും കൂടെ പ്രാക്ടീസ് ചെയ്യുക. നോക്കൂ, ദേ ഡോണ്ട് വേക്കപ്പ് അറ്റ് 6 o'clock. അവർ 6 മണിക്ക് എഴുന്നേൽക്കാറില്ല. വി ഡോണ്ട് വേക്കപ്പ് അറ്റ് 5 o'clock. ഞങ്ങൾ 5 മണിക്ക് എഴുന്നേൽക്കാറില്ല. ഓക്കെ, ഞങ്ങൾ 5 മണിക്ക് എഴുന്നേൽക്കാറില്ല. ക്ലിയർ? ദെൻ വി ഡോണ്ട് അയേൺ എവറി ഡേ. ഞങ്ങൾ എല്ലാ ദിവസവും അയേൺ ചെയ്യാറില്ല, ഇസ്തിരി ഇടാറില്ല. മനസ്സിലായോ? അപ്പോൾ ഇത്രയും സബ്ജക്റ്റിന് ഡോണ്ട് ചേർത്തിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. ഇനി അതേപോലെ നമ്മൾ ഈ ഡസിൻ്റെ കാര്യം ഞാൻ ഇത്തിരി പറയാവേ, അത് ആദ്യം ഇതും കൂടെ ഒന്ന് നോക്കുക. അപ്പോൾ ഇനി നമ്മൾ ഹീ ഷീ ഇറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഹീ വേക്കപ്പ് എന്നല്ല പറയുന്നത്. ഹീ വേക്കപ്പ് അറ്റ് 5 o'clock. ഓക്കെ. ഹീ വേക്കപ്പ് അറ്റ് 5 എന്ന് നമ്മൾ പറയാൻ പാടില്ല. കാരണം എന്ത് ചെയ്യണം? ഹീ ഷീ ഇറ്റ് എന്നൊക്കെ വരുമ്പം ഈ എല്ലാ വെർബിൻ്റെയും കൂടെ എസ് ചേർത്ത് കൊടുക്കണം. ഓക്കെ. എല്ലാ വെർബിൻ്റെയും കൂടെയും എസ് ചേർത്ത് കൊടുക്കുക. ഏതൊക്കെ സബ്ജക്റ്റ് വരുമ്പം? ഹീ ഷീ ഇറ്റ് വരുമ്പം. ഓക്കെ. അപ്പോൾ ഹീ വേക്സ് അപ്പ് അറ്റ് 5. ഓക്കെ. ഇനി നമ്മൾ ഇറ്റ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ ഒരു ട്രെയിനിന് അല്ലെങ്കിൽ ഒരു ബസ്സിന് അല്ലെങ്കിൽ ഒരു ഒരു പൂച്ച അല്ലെങ്കിൽ നമ്മുടെ പട്ടിയെ അല്ലെങ്കിൽ ഒരു സാധനത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇറ്റ് പറയും. അതുപോലെ കറി, നമ്മൾ ഉണ്ടാക്കിയ കറി ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നങ്ങനെ പറയും. അപ്പോൾ ഇറ്റ് ടേസ്റ്റ് ഗുഡ് എന്നാണ് പറയേണ്ടത്. ടേസ്റ്റ് ഗുഡ്. അപ്പോൾ ടേസ്റ്റ് ഇവിടെ എസ് കൊടുക്കണം ഇറ്റായതുകൊണ്ട്. അത് നമ്മൾ എന്താണ് വർത്തമാനം, നമ്മുടെ പ്രസൻറ്റ് ടെൻസിലാണ് പറയുന്നത്. ഇറ്റ് ടേസ്റ്റ് ഗുഡ്. ഓക്കെ, നല്ല രുചിയുണ്ട്. ഇനി നമ്മൾ അറൈവ് എന്നുള്ള വെർബ് എടുക്കുക. അറൈവ്. അപ്പോൾ നമ്മളൊരു ട്രെയിനിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ നമ്മൾ പരശുരാമ എക്സ്പ്രസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയണം അതെപ്പോഴും കൃത്യസമയത്ത് വരാറുണ്ട്. ഓക്കെ. അപ്പോൾ എന്ത് പറയണം? ഇറ്റ് അറൈവ്സ് ഓൺ ടൈം. ഇത് ഓൺ ടൈം എന്ന് പറയുമ്പോൾ കൃത്യസമയത്ത് എത്താറുണ്ട്. ഇറ്റ് അറൈവ്സ് ഓൺ ടൈം. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ അറൈവ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡസ് പ്ലസ് അറൈവ് ആണ് അറൈവ്സ്. ഓക്കെ. അപ്പോൾ നമ്മൾ അത് കൃത്യസമയത്ത് എത്താറില്ല എന്ന് എങ്ങനെ പറയും? അപ്പോൾ ഈ ഡസ് പ്ലസ് അറൈവ് മനസ്സിലോർക്കുക. എന്നിട്ട് അത് എത്താറില്ല എന്ന് പറയണമെങ്കിൽ ഈ ഡസിന് ശേഷം നോട്ട് കൊടുക്കുക. ഇറ്റ് ഡസിൻ്റ് അറൈവ്. ഇറ്റ് ഡസിൻ്റ് അറൈവ് ഓൺ ടൈം. ഓക്കെ. അപ്പോൾ ഹീ ഷീ ഇറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ വെർബിൻ്റെ കൂടെ എല്ലാം എസ് കൊടുക്കുക. അപ്പം ഷീ അറൈവ്സ് ഓൺ ടൈം. ഓക്കെ. ദെൻ ഷീ വെയർസ് യൂണിഫോം എവറി ഡേ. ദെൻ ഷീ കോൾസ് ഹെർ മം എവറി ഡേ. ക്ലിയർ? അപ്പോൾ സബ്ജക്റ്റിൻ്റെ ഈ വെർബിൻ്റെ കൂടെ എല്ലാം എസ് ചേർത്തിട്ട് നിങ്ങൾ സെൻറ്റൻസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ അവൾ എല്ലാ ദിവസവും കൃത്യസമയത്ത് വരാറുണ്ട്. അവൾ 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. അവൾ എന്നെ എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. അവൾ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. അവൾ 5 മണിക്കാണ് സ്കൂൾ വിടുന്നത്. ഓക്കെ. ഷീ ലീവ്സ് സ്കൂൾ അറ്റ് 5 o'clock. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ അവൾ വരാറുണ്ട് പോകാറുണ്ട് എന്നൊക്കെ പറയാൻ പഠിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് പറയാൻ പഠിക്കുക. ഓൾവേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലായ്പ്പോഴും. യൂഷ്വലി സാധാരണ.
ജനറലി, പൊതുവെ. ഓക്കെ. ആൻഡ് ഫ്രീക്വൻ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ? കൂടെ കൂടെ, കൂടെ കൂടെ. ആൻഡ് സംടൈംസ്, ചിലപ്പോൾ. ഓഫൺ, ഇടയ്ക്ക്. റെയർലി അല്ലെങ്കിൽ ഹാഡ്ലി എവർ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ടാണ്. ഓക്കെ, വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം. ഓക്കെ, റെയർലി, ഹാഡ്ലി എവർ, അല്ലെങ്കിൽ നമ്മൾ സെൽഡം എന്നൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ റെയർലി, ഐ റെയർലി ഗോ ദെയർ, ഞാൻ അവിടെ അപൂർവമായിട്ടേ പോകാറുള്ളൂ. ഓക്കെ, അപ്പം വളരെ വിരളമായിട്ട് നടക്കുന്നതാണ് റെയർലി ആൻഡ് ഹാഡ്ലി എവർ യൂസ് ചെയ്യുക. ഹാഡ്ലി എവറൊക്കെ യൂസ് ചെയ്ത് പഠിക്കും കേട്ടോ. ദെൻ നെവർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കലും ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ താഴോട്ട് വരുന്നതോറും അതിൻ്റെ സാധ്യത ഒട്ടും ഇല്ലാതെ വരികയാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആവും. അപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. അപ്പോൾ എന്ത് വേണം? ഐ ഓൾവേസ് ഗെറ്റ് അപ്പ് at 5 o'clock. ഓക്കെ, ഓൾവേസ്. ഇനി ചിലപ്പോഴാണെങ്കിൽ സംടൈംസ്. ഓക്കെ, ഇനി ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കാറേ ഇല്ല, വളരെ അപൂർവമായിട്ടേ ചെയ്യാറുള്ളൂ. എവിടെയൊക്കെ ദൂരയാത്രയൊക്കെ പോകണമെങ്കിലേ ചെയ്യാറുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഐ ഹാഡ്ലി എവർ ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock. ക്ലിയർ? നിങ്ങൾ റെയർലി. ഇനി ഞാൻ ഒരിക്കലും എഴുന്നേൽക്കാറില്ല, ഐ നെവർ ഗെറ്റ് അപ്പ് അറ്റ് 5. അപ്പോൾ ഈ സബ്ജക്റ്റിന് ശേഷമാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതാണ് നല്ലത്. ക്ലിയർ? അത് യൂസ് ചെയ്ത് പഠിക്കാം. ഇനി ഇതിൻ്റെ നെഗറ്റീവ് പറയണമെങ്കിൽ, ഓക്കെ, അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഐ ഗെറ്റ് അപ്പ് അറ്റ് 5, അതിൻ്റെ നെഗറ്റീവ് എന്താ? ഐ ഡോണ്ട് ഗെറ്റ് അപ്പ് അറ്റ് 5 എന്നല്ലേ. അപ്പോൾ നമ്മൾ ഐ ഡോണ്ട്, ഈ ഡോണ്ടിന് ശേഷം വേണം ഓൾവേസ് കൊടുക്കാൻ. ഐ ഡോണ്ട് ഓൾവേസ് ഗെറ്റ് അപ്പ് അറ്റ് 5. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ക്ലിയർ? ഐ ഡോണ്ട് ഓൾവേസ് ഗെറ്റ് അപ്പ് അറ്റ് 5. ക്ലിയർ? നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഹി ഡ്രിങ്ക് വേണോ ഡ്രിങ്ക്സ് വേണോ? നോക്കൂ, ഹി ഷീ ഇറ്റ്. അപ്പോൾ ഡസ് പ്ലസ് ഡ്രിങ്ക് ആണ്, ഡസ് പ്ലസ് ഡ്രിങ്ക് ആണ്. ഓർക്കുക, ഡസ് പ്ലസ് ഡ്രിങ്ക് ആണ് നമ്മൾ ഡ്രിങ്ക്സ് എന്നാക്കിയത്. ഹി ഡ്രിങ്ക്സ് കോഫി. ക്ലിയർ? അപ്പോൾ നമ്മൾ ഓഫൺ ആക്കാം. ഹി ഓഫൺ ഡ്രിങ്ക്സ് കോഫി. അവൻ ഇടയ്ക്ക് കോഫി കുടിക്കാറുണ്ട്. ഓക്കെ, ഇനി എല്ലായ്പ്പോഴും, എല്ലാ ദിവസവും ആണെങ്കിൽ ഹി ഓൾവേസ്, എപ്പോഴും, എല്ലായ്പ്പോഴും, ഹി ഓൾവേസ് ഡ്രിങ്ക്സ് കോഫി. ഓക്കെ, അപ്പോൾ ഹി ഓൾവേസ് ഡ്രിങ്ക്സ് കോഫി അങ്ങനെ പറയാം. ഇനി അതിൻ്റെ നെഗറ്റീവ് പറയുമ്പം ഹി ഡസിൻറ്റ്, കുടിക്കാറില്ല. ഹി ഡസിൻറ്റ് ഓൾവേസ് ഡ്രിങ്ക് കോഫി എന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഹി ഡസൻറ്റ് കഴിഞ്ഞിട്ട് വേണം ഓൾവേസ് കൊടുക്കാൻ. ഹി ഡസൻറ്റ് ഓൾവേസ് ഡ്രിങ്ക് കോഫി. ഓക്കെ, ദെൻ നമുക്ക് വേണമെങ്കിൽ അവൻ ഹി ഡസൻറ്റ് ഈവൻ ഡ്രിങ്ക് വാട്ടർ. അവൻ വെള്ളം പോലും കുടിക്കാറില്ല, അവൻ വെള്ളം കുടിക്കുക പോലും ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഈവൻ വന്നാൽ അതിൻ്റെ അർത്ഥം പോലും എന്നാണ് കേട്ടോ, പോലും. അപ്പോൾ ഹി ഡസൻറ്റ് ഈവൻ ഡ്രിങ്ക് വാട്ടർ. അപ്പോൾ കുടിക്കുക പോലും, അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ വെള്ളം കുടിക്കുക പോലും ചെയ്യാറില്ല, ഹി ഡസൻറ്റ്. ക്ലിയർ? ഇനി അവൻ എന്നെ വിളിക്കാറുണ്ട്, എങ്ങനെ പറയും നമ്മൾ? അല്ലെങ്കിൽ അവൻ എന്നെ ചിലപ്പോൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഹി സംടൈംസ് കോൾസ് മീ. അവൻ എന്നെ ചിലപ്പോഴൊക്കെ വിളിക്കാറുണ്ട്. ഓക്കെ, ഇനി അവൻ എന്നെ വിളിക്കുക പോലും ചെയ്യാറില്ല എന്ന് പറയണമെന്ന് വിചാരിച്ചു. അവൻ എന്നെ വിളിക്കുക പോലും ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ അവൻ എന്നെ വിളിക്കാറില്ല എന്ന് ആദ്യം ഓർക്കുക. അപ്പോൾ അതെന്താ? ഹി ഡസിൻറ്റ് കോൾ മീ. ഹി ഡസിൻറ്റ് കോൾ മീ. അവൻ എന്നെ പൊതുവെ വിളിക്കാറൊന്നുമില്ല. ഓക്കെ, ഹി ഡസിൻറ്റ് കോൾ മീ, വിളിക്കാറില്ല. ഓക്കെ, ഇനി അവൻ എന്നെ വിളിക്കുക പോലും ചെയ്യാറില്ല. ഓക്കെ, അവനിവിടെ വരാത്തതോ പോട്ടെ, അവരെന്നെ വിളിക്കുക പോലും ചെയ്യാറില്ല, വിളിക്കുക പോലും. അപ്പോൾ എന്ത് ചെയ്യണം? ഹി ഡസിൻറ്റ് ഈവൻ കോൾ മീ. അപ്പോൾ ഇവിടെ നോക്കി, ഇത് രണ്ടും ഒന്നിച്ച് കൂട്ടി വായിച്ചാൽ മതി. ഈവൻ കോൾ, വിളിക്കുക പോലും, വിളിക്കുക പോലും. ഹി ഡസിൻറ്റ് ഈവൻ കോൾ മീ. ക്ലിയർ? അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക, പഠിക്കുക. ഓക്കെ, അതുപോലെ
ഇനി ഹി ഡസൻറ്റ് ഓൾവേസ് കോൾ മീ, അവൻ എന്നെ എല്ലായ്പ്പോഴും വിളിക്കാറില്ല. മനസ്സിലായോ? ദെൻ ഹി കോൾസ് മീ ഓൺലി വൺസ് ഇൻ എ വീക്ക്, ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമേ വിളിക്കാറുള്ളൂ. ക്ലിയർ? അപ്പോൾ നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസ് പഠിക്കാൻ പറഞ്ഞു, നെഗറ്റീവ് സെൻറ്റൻസ് പറഞ്ഞു പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഓക്കെ, ദെൻ ഇപ്പം അവൻ സ്കൂളിൽ പോകാറുണ്ട് എന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയാം. അവൻ സ്കൂളിൽ പോകാറുണ്ട്. ഹി ഗോസ് ടു സ്കൂൾ. ഹി ഗോസ് ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോകാറുണ്ട് അല്ലേ? ഇനി അവൻ സ്കൂളിൽ പോകാറില്ല. അപ്പോൾ ഗോസ് പറയുമ്പോൾ എന്ത് വേണം? ഗോസ്. അപ്പോൾ ഈ ഗോസ് വരുമ്പോൾ എപ്പോഴും ഈ ഡസ്സിനെ ഓർക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അപ്പോൾ ഡസ് പ്ലസ് ഗോ. അപ്പോൾ ഡസ് ആദ്യം കൊടുക്കണം ചോദ്യമാകുമ്പോൾ. ഡസ് ഹി ഗോ ടു സ്കൂൾ. ഡസ് ഹി ഗോ ടു സ്കൂൾ? അവൻ സ്കൂളിൽ പോകാറുണ്ടോ? ഓക്കെ, ഇനി എപ്പോഴാണ് അവൻ സ്കൂളിൽ പോകാറുള്ളത് എന്ന് ചോദിക്കണമെങ്കിലോ എപ്പോൾ എന്നുള്ളത് അതിന് തൊട്ട് മുന്നിൽ ചേർത്ത് കൊടുത്താൽ പോരെ? വെൻ, ഒരു സ്മോൾ ലെറ്റർ ആക്കുക. വെൻ ഡസ് ഹി ഗോ ടു സ്കൂൾ? അവൻ എപ്പോഴാണ് സ്കൂളിൽ പോകാറുള്ളത്? ഓക്കെ, ഇനി അവൻ എപ്പോഴാണ് തിരിച്ചു വരാറുള്ളത്? അപ്പോൾ വെൻ ഡസ് ഹി, അപ്പോൾ തിരിച്ചു വരിക എന്നുള്ളത് ഇവിടെ കം ബാക്ക് ആക്കിയാൽ മതി. കം ബാക്ക്. വെൻ ഡസ് ഹി കം ബാക്ക് ഫ്രം സ്കൂൾ? ഓക്കെ, സ്കൂളിൽ നിന്ന് എപ്പോഴാണ് തിരിച്ചു വരാറുള്ളത്? ക്ലിയർ? അപ്പോൾ ഇനി എപ്പോഴാണ് അവൻ ഹോംവർക്ക് ചെയ്യാറുള്ളത്? അപ്പോൾ വെൻ ഡസ് ഹി ഹോംവർക്ക് ചെയ്യുക. അപ്പോൾ ചെയ്യുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ടു ഡു. അപ്പോൾ വെൻ ഡസ് ഹി ഡു ഹോംവർക്ക്? വെൻ ഡസ് ഹി ഡു ഹോംവർക്ക്? അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും കൂടി പ്രാക്ടീസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ ജനറലായിട്ട് ചോദിക്കുന്ന കുറച്ച് സെൻറ്റൻസുകളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ വാട്ട് ഡു യു ഡു? വാട്ട് ഡു യു ഡു? നിങ്ങളുടെ ജോലി എന്താണ്? വാട്ട് ഡു യു ഡു? ഓക്കെ, ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. വാട്ട് ഡു യു ഡു ചോദിക്കുമ്പോൾ നിങ്ങളുടെ ജോലിയാണ് പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? എന്താണ് നിങ്ങളുടെ ജോലി? അപ്പോൾ നമ്മൾക്ക് ഈ ഒരു വെർബ് ഉപയോഗിച്ച് തന്നെ പറയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഐ ആം എ ഹോം മേക്കർ, ഐ ആം എ ബിസിനസ് മാൻ, ഓർ ഐ ആം എൻ എഞ്ചിനീയർ, ഓർ ഐ ആം എ ടീച്ചർ എന്നൊക്കെ പറയും. അത് തന്നെ നിങ്ങൾക്ക് നമുക്ക് ഈ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ച് പറയണമെങ്കിൽ ഐ വർക്ക് ആസ് എ ടീച്ചർ. ഐ വർക്ക് ആസ് എ ടീച്ചർ. അപ്പോൾ ഈ വർക്ക് നിങ്ങളുടെ ജോലി എന്താണെന്നാണല്ലോ ചോദിച്ചത്. അപ്പോൾ ഐ വർക്ക് ആസ് എ ടീച്ചർ. ഓക്കെ, ഇനി നിങ്ങളുടെ ജോലി എന്താണെന്നുള്ളതിന് വേറൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചോദിക്കാം. വാട്ട് ആർ യു? വാട്ട് ആർ യു? ഓക്കെ, അങ്ങനെയും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആണിത് കറക്റ്റായിട്ട് വരിക. ഐ ആം എ ടീച്ചർ. ദ സെയിം നാണയത്തിൽ തിരിച്ചടിക്കുന്നത് അല്ലേ? ഐ ആം എ ടീച്ചർ. വാട്ട് ആർ യു? ആർ യു? ഓക്കെ, നിങ്ങൾ ആരാണ്? എന്താണ്? അപ്പോൾ ഐ ആം എ ആരാണെന്നല്ല കേട്ടോ, ഐ ആം എ ടീച്ചർ. ഹു ആർ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പേരാണ് പറയേണ്ടത്. ക്ലിയർ? ദെൻ വാട്ട് ഡു യു ഡു? ഐ വർക്ക് ആസ് എ ടീച്ചർ. ക്ലിയർ? പിന്നെ ഞാൻ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നിങ്ങളതിന് ആൻസർ പറയാം. ഓക്കെ, ദെൻ വെൻ ഡു യു കോൾ യുവർ മം? വെൻ ഡു യു കോൾ യുവർ മം? ഐ കോൾ മൈ മം എവറി ഡേ. Clear? Then when do you go to office? When do you go to office? Very good. I go to office at 8:30. Okay. Then when do you check your email? When do you check your email? I check my email as soon as I get up. Clear? ഞാൻ എഴുന്നേറ്റ ഉടനെ ഇമെയിൽ ചെക്ക് ചെയ്യാറുണ്ട്. Or I check my email as soon as I reach the office. ഓഫീസിലെത്തിയ ഉടനെ തന്നെ ഇമെയിൽ ചെക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ വെൻ ഡു യു? ഓക്കെ, വെൻ ഡു ദേ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്? അവരെപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത്? ഓക്കെ, വെൻ ഡു യു ഡ്രിങ്ക് വാട്ടർ? ക്ലിയർ? വെൻ ഡു യു ഡ്രിങ്ക് വാട്ടർ? ഐ ഡ്രിങ്ക് വാട്ടർ എവറി ടൈം. ഓക്കെ, എല്ലായ്പ്പോഴും അല്ലെങ്കിൽ ഓൾവേസ്. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾക്കത് പറയാം. ഇനി
അതേപോലെ വെൻ ഡു യു വെച്ചിട്ടുള്ളതുപോലെ വെൻ ഡസ് ഹി വെച്ചിട്ട് നിങ്ങൾ ആൻസർ ക്വസ്റ്റ്യൻസ് ചോദിച്ച് പ്രാക്ടീസ് ചെയ്യാം. ഇനി നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേറൊരു കാര്യമാണ് വൈ വെച്ചിട്ടൊരു ചോദ്യം. വൈ ഡോണ്ട് യു ഗെറ്റ് അപ്പ് ഏർലി? നിങ്ങൾ എന്താ നേരത്തെ എഴുന്നേൽക്കാത്തത്? അപ്പോൾ നിങ്ങൾ എന്താണ് ഒരു കാര്യം ചെയ്യാത്തത് എന്നാണ് ചോദിക്കുന്നത്. അതിന് നിങ്ങൾ ഈ വൈ ഡോണ്ട് യു വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി. വൈ ഡോണ്ട് യു ഗെറ്റ് അപ്പ് ഏർലി? വൈ ഡോണ്ട് യു കോൾ യുവർ മം? എന്തുകൊണ്ടാണ് നിങ്ങൾ അമ്മയെ വിളിക്കാത്തത്? വൈ ഡോണ്ട് യു ഓപ്പൺ ദ ഷോപ്പ്? നിങ്ങൾ എന്തുകൊണ്ടാണ് കട തുറക്കാത്തത്? വൈ ഡോണ്ട് യു ഓപ്പൺ ദ ഷോപ്പ്? ആൻഡ് വൈ ഡോണ്ട് യു അയൺ ദ ക്ലോത്ത്സ്? നിങ്ങൾ എന്തായി ഡ്രസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലോത്ത്സ് എന്താണ് അയൺ ചെയ്യാത്തത്? ഓക്കെ, അപ്പം നമ്മൾ ഒരു കാര്യം എന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്ന് ചോദിക്കാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ മതി. വൈ ഡോണ്ട് യു, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഓക്കെ, വൈ ഡോണ്ട് യു. ഓർ അത് അവനാണെങ്കിലോ വൈ ഡസിൻറ്റ് ഹി എന്ന് പറയേണ്ടി വരും. ഓക്കെ, വൈ ഡസിൻ ഹി ഗെറ്റ് അപ്പ് ഏർലി? അവൻ എന്താണ് രാവിലെ എഴുന്നേക്കാത്തത്? വൈ ഡസിൻ ഹി ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്? ഓക്കെ, ഹി ഡസൻ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ബിക്കോസ് ഹി ഈസ് വെരി ലേസി. അപ്പം അങ്ങനെ സെൻറ്റൻസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്ന ഒരു സന്ദർഭം മാത്രമേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അതായത് നമ്മുടെ ഡെയിലി റുട്ടീൻ എങ്ങനെ നമ്മുടെ ഇംഗ്ലീഷിൽ പറയാം. ഞാൻ എല്ലാ ദിവസവും ചെയ്യാറുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യം. ഐ ഗോ ടു ദ ഹോസ്പിറ്റൽ ട്വൈസ് എ വീക്ക്. ആഴ്ചയിൽ 2 പ്രാവശ്യം പോകാറുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ സാധാരണയായിട്ട് അല്ലെങ്കിൽ വല്ലപ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കിടെ ചെയ്യാറുള്ള കാര്യങ്ങൾ എങ്ങനെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ചിട്ട് പറയാം. ഓക്കെ, ചെയ്യാറുണ്ട്. ഇത് ഓർത്തിട്ട് ബാക്കിയുള്ള വെർബുകളെല്ലാം ആ മോഡലിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ നെഗറ്റീവ് പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് ക്വസ്റ്റ്യനും അതേപോലെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുഞ്ഞു ക്വസ്റ്റ്യൻസ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഡെയിലി റുട്ടീൻ പറയാൻ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ ചെയ്യേണ്ടത് ഇപ്പോൾ ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, ഐ റൈറ്റ് ഡൗൺ മൈ നോട്ട്സ് ആൻഡ് ഐ മേക്ക് മൈ ബ്രേക്ക്ഫാസ്റ്റ്, ഓർ ഐ ബ്രഷ് മൈ ടീത്ത്, ഐ വർക്കൗട്ട് എവറി ഡേ. ഇപ്പോൾ എല്ലാത്തിലും ഈ ഐ ഇപ്പോൾ നമ്മളെക്കുറിച്ചാണല്ലോ പറയുക. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കാര്യം മാത്രമാണ്, ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ ചെയ്യാറുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ പറയുന്നതെങ്കിലും ഇങ്ങനെ നമ്മളിപ്പോൾ നോക്കി വായിക്കും പോലെ ഒരിക്കലും പറയരുത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചില വേർഡ്സുകൾ അതിൻ്റെ കൂടെ ചില സ്കാഫോൾഡിങ്സ് എന്ന് പറയും, ലാംഗ്വേജ് സ്കാഫോൾഡിങ് എന്ന് പറയും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെൽ ഓക്കെ ദെൻ എന്നൊക്കെ പറയും. ഓക്കെ, വെൽ I would like to tell you about my daily routine. Okay, or you can say when I talk to, okay, when I talk to you about my daily routine, you know, I always wake up at 5 o'clock. Okay, then I don't usually get up at 5 o'clock. Okay, I get up at 5:30 only. Okay, then അപ്പോൾ നമ്മൾ ഇടയ്ക്കൊരു കൊടുക്കുക. അത് കഴിഞ്ഞ് അതിന് ശേഷം അല്ലെങ്കിൽ ആഫ്റ്റർ ദാറ്റ് അങ്ങനെയൊക്കെയുള്ള വേർഡുകളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ ലാംഗ്വേജ് നമ്മളൊരു സ്റ്റോറി പറയുന്ന പോലെ പറയാനും കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് ഐ ബ്രഷ് മൈ ടീത്ത്, ദെൻ ഐ ഹെഡ് ടു മൈ കിച്ചൺ. അപ്പോൾ ഹെഡ് അല്ലെങ്കിൽ റഷ്, പെട്ടെന്ന് ലേറ്റായിട്ടൊക്കെയാണ് എഴുന്നേക്കുന്നത്, നമ്മൾ പെട്ടെന്ന് അടുക്കളയിലേക്ക് ഓടിച്ചാടി പോകും അല്ലേ ലേഡീസൊക്കെ ആകുമ്പോൾ. ദെൻ ഐ റഷ് ടുവേർഡ്സ് മൈ കിച്ചൺ, ഓർ ഐ ഗോ ടു മൈ കിച്ചൺ. ഓക്കെ, ദെൻ ഐ ഹെഡ് എന്ന് പറഞ്ഞാൽ ഗോ എന്നുള്ള അർത്ഥവും കൂടെ ഉണ്ട്. ഓക്കെ, ദെൻ ഐ ഹെഡ് ടു മൈ കിച്ചൺ ആൻഡ് ഡ്രിങ്ക് സം വാട്ടർ. ഓക്കെ, ദെൻ യൂഷ്വലി ഐ ഡോണ്ട് ടേക്ക് കോഫി. ഓക്കെ, യൂഷ്വലി ഇപ്പം ഇതൊക്കെ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുക. ഓർ ഐ ഡോണ്ട് യൂഷ്വലി ടേക്ക് കോഫി, അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഐ ഡോണ്ട് യൂഷ്വലി ടേക്ക് കോഫി, ഓർ ഐ ഡോണ്ട് യൂഷ്വലി ഡ്രിങ്ക് കോഫി. ഓക്കെ, ദെൻ ഐ പ്രിഫർ ടീ. ഓക്കെ, റദർ ദാൻ ഡ്രിങ്കിങ് കോഫി ഐ പ്രിഫർ ടീ. ഞാൻ ടീ ആണ് പ്രിഫർ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് വെൽ, ദെൻ, ആഫ്റ്റർ ദാറ്റ്, ഓക്കെ, ദെൻ അങ്ങനെയൊക്കെയുള്ള വേർഡുകളൊക്കെ ഒന്ന് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കി വായിക്കുന്നത് പോലെ അല്ലാതെ ഇടയ്ക്ക് ഒരു പോസിറ്റീവ് സെൻറ്റൻസും നെഗറ്റീവ് സെൻറ്റൻസും ഒക്കെ ഒന്ന്
ആഡ് ചെയ്ത് കൊടുക്കുക. ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ബട്ട് മൈ ഡോട്ടർ ഷീ ഡസൻ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, ഷീ ഈസ് വെരി ലേസി. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഈസ്, ആം, ആറോ അതെല്ലാം ഈ സിമ്പിൾ പ്രസൻറ്റ് തന്നെയാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസുകൾ നമ്മൾ വീഡിയോയിൽ പഠിച്ച സെൻറ്റൻസുകളും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഒരു സ്റ്റോറി ചെയ്യുന്ന പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് നോക്കുക. നമ്മളൊക്കെ എങ്ങനെ നമ്മളുടെ ഡെയിലി റൂട്ടീൻ കൃത്യമായിട്ട് പറയാൻ ബ്യൂട്ടിഫുള്ളായിട്ട് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോയുടെ ഈ സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഒരു യൂസേജ് മാത്രം, ഡെയിലി റൂട്ടീൻ മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഏതൊക്കെ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കും എന്നുള്ളത് ഈ ഒറ്റ വീഡിയോയിൽ തന്നെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ സിമ്പിൾ പ്രസൻറ്റിൽ മാത്രം ഉപയോഗിക്കുന്ന കുറച്ച് എക്സാമ്പിൾ സജസ്റ്റ്, റെക്കമെൻഡ്, ഓക്കെ, പ്രോമിസ്, അപ്രീഷിയേറ്റ്, അഡ്വൈസ്, ഇൻസിസ്റ്റ്, അങ്ങനെ കുറേ വെർബുകളുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമ്മൾ രണ്ടാം ഘട്ടം എന്നുള്ള രീതിയിൽ നമുക്കത് നമ്മുടെ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ അതൊക്കെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന വെർബുകളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ കണ്ടിന്യൂഷനായ അടുത്ത വീഡിയോയും കാണുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.